ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഈയൊരു സംഭവം ഭയപ്പെടുത്തുന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഇത് 2 രാജ്യങ്ങളെ നടുക്കിയ ഒരു സംഭവമാണ്. 2 രാജ്യങ്ങളിൽ നിന്നുള്ള 5 പേരുടെ ദുരൂഹമായ മരണം. ഇത് പോലീസിനെ തന്നെ ആശ്ചര്യപ്പെടുത്തിയ ഒന്നായി മാറി. കാരണം ഇവർ തമ്മിലുള്ള ബന്ധം തന്നെയാണ്. 1983 പഞ്ചാബിൽ പർവസ് എന്ന ഒരു യുവതി ജീവിച്ചിരുന്നു. പഠിത്തത്തിൽ വളരെ മികച്ചവൾ. ഇംഗ്ലീഷ് നന്നായി തന്നെ സംസാരിക്കും. അവളെ എല്ലാവരും വളരെ ആരാധിച്ചിരുന്നു. ചെറുപ്പം മുതൽ തന്നെ പർവസിന്റെ സ്വപ്നം ഒരു ടീച്ചറാവുക എന്നുള്ളതായിരുന്നു. അത് അവളുടെ കരിയറിന്റെ ലക്ഷ്യം മാത്രമല്ല, ജീവിതത്തിന്റെ ഏറ്റവും വലിയ പാഷനായിരുന്നു. എന്നാൽ ജീവിതം അവൾ ആഗ്രഹിച്ചതുപോലെ നടന്നില്ല. അവളുടെ അച്ഛന് വേറൊരു പദ്ധതി ഉണ്ടായിരുന്നു. അവളുടെ വിവാഹം കാനഡയിൽ താമസിക്കുന്ന ഒരു സിഖ് കുടുംബത്തിലെ ആളുമായി നടത്തി. ആ പുരുഷനും നല്ലൊരു ജോലിയും സമ്പത്തും സെറ്റിലായ ഒരു വ്യക്തിയായിരുന്നു. അച്ഛന് തോന്നിയത് ഇതിലൂടെ നമ്മുടെ മകളുടെ ജീവിതം ഉറപ്പാകും എന്നായിരുന്നു. പക്ഷെ പർവസിന്റെ മനസ്സ് തകർന്നു പോയി. അവളുടെ ഒരേയൊരു ആഗ്രഹം അധ്യാപികയാവുക. വിവാഹം അവളുടെ മുൻഗണനയിലേ ഉണ്ടായിരുന്നില്ല. എങ്കിലും അവൾ അച്ഛൻ്റെ തീരുമാനത്തെ എതിർക്കാൻ കഴിയാതെ വിവാഹത്തിന് സമ്മതിച്ചു. എല്ലാം പിന്നിലാക്കി ഭർത്താവിനൊപ്പം കാനഡയിലേക്ക് പോയി. വളരെ പ്രതീക്ഷയോടുകൂടി ജീവിതം ആരംഭിച്ചു. ദാമ്പത്യ ജീവിതത്തിന്റെ ആദ്യ നാളുകളിൽ എല്ലാം സന്തോഷകരമായിരുന്നു. ഭർത്താവ് നല്ലവണ്ണം തന്നെ പെരുമാറി. അവൾ പുതിയ സാഹചര്യവുമായി ഒത്തുചേർന്നു. പക്ഷെ അധികം വൈകാതെ ഭർത്താവിന്റെ യഥാർത്ഥ മുഖം പുറത്തു വന്നു. അവൻ അവളെ ജോലിക്ക് പോകാനായി നിർബന്ധിക്കാൻ തുടങ്ങി. അവരുടെ സന്തോഷത്തേക്കാൾ അവളുടെ വരുമാനമായിരുന്നു അയാൾക്ക് പ്രാധാന്യം. പർവസ് തൻ്റെ സ്വപ്നങ്ങളുമായി യോജിക്കാത്ത വിധത്തിൽ ഒരു കൂൺ ഫാമിൽ ജോലിക്ക് ചേർന്നു. 1985 ജൂലൈ മാസം 20 പർവസ് ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. കുഞ്ഞിന് ഹരിത എന്ന പേരും നൽകി. ഇത് വീട്ടിൽ സമാധാനം കൊണ്ടുവരുമെന്ന് അവൾ പ്രതീക്ഷിച്ചു. പക്ഷേ കുഞ്ഞ് ജനിച്ച് 6 മാസം പോലും കഴിഞ്ഞില്ല. അതിനു മുന്നേ ഭർത്താവ് വീണ്ടും അവളെ നിർബന്ധിക്കാൻ തുടങ്ങി. ജോലിക്ക് പോകാൻ ആവശ്യപ്പെട്ടു. മറ്റു വഴിയില്ലാതെ അവൾ ഒരു ഫാക്ടറിയിൽ ജോലിക്ക് ചെന്നു. ഇതിനിടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഒട്ടനവധി ഉണ്ടായിരുന്നിട്ടുകൂടിയും പർവസ് വീണ്ടും ഗർഭിണിയായി. എങ്കിലും അവൾ ജോലിയും ഈ സഹനവും എല്ലാം ഒരുപോലെ നേരിട്ടു. അങ്ങനെ അവൾക്ക് വീണ്ടും ഒരു പെൺകുഞ്ഞ് ജനിച്ചു. ജീവിതം അവൾക്ക് അപ്പോഴത്തേക്കും ഒരു പോരാട്ടം പോലെ മാറിയിരുന്നു. വീട്ടിൽ സംഘർഷങ്ങൾ കൂടി വന്നു. പർവസും ഭർത്താവും തമ്മിൽ ഇടയ്ക്കിടെ കടുത്ത തർക്കങ്ങൾ ഉണ്ടായി. ഒരു ദിവസം കാര്യങ്ങൾ ഭയപ്പെടുത്തുന്ന ഒരു വഴിയിലേക്ക് തന്നെ തിരിഞ്ഞു. ഭർത്താവിന് സ്വയം നിയന്ത്രണം നഷ്ടപ്പെട്ടു. പർവസിനെ ശാരീരികമായി ആക്രമിച്ചു. എന്നാൽ ഈ ഒരു സംഭവം പർവസിനെ തകർത്തിയൊന്നുമില്ല. ധൈര്യത്തോടെ അവൾ പോലീസിൽ പരാതി നൽകി. സ്വന്തം വേദനകൾക്കും ദുരുപയോഗത്തിനും അവൾ നീതി തേടി. പോലീസ് നടപടിയെടുത്തു. ഭർത്താവ് ഒരാഴ്ചത്തേക്ക് ജയിലിൽ അടയ്ക്കപ്പെട്ടു. എന്നാൽ അയാൾ തിരികെ വന്നതിന് ശേഷം അവന്റെ സമീപനമാകെ മാറിയതുപോലെ തോന്നി. അവൻ അവളോട് കരുതലും സ്നേഹവും കാണിച്ചു. ബന്ധം വീണ്ടെടുക്കാൻ ശ്രമിച്ചു. ജീവിതം അങ്ങനെ കുറച്ചു കാലം വളരെ ശാന്തമായിരുന്നു. പക്ഷേ ആ ശാന്തി നീണ്ടു നിന്നില്ല. പെട്ടെന്ന് തന്നെ പർവസിന്റെ ആരോഗ്യം ഗുരുതരമായി താഴോട്ട് പോകാൻ തുടങ്ങി. അവളുടെ ശരീരം മുഴുവനും അസഹനീയമായ വേദന പിടിച്ചു കുലുക്കി. ഡോക്ടർമാർക്ക് പോലും കാരണം കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതോടൊപ്പം അവൾക്ക് ഭയങ്കര തലവേദനയും ഉണ്ടായി. അവളുടെ എല്ലാ ശക്തിയും നഷ്ടപ്പെട്ടു. വേദന ശമിപ്പിക്കാൻ പർവസ് അധികമായി പെയിൻ കില്ലറുകൾ കഴിക്കാൻ തുടങ്ങി. പക്ഷേ പകലുകൾ രാത്രിയായി മാറിയപ്പോൾ വേദന അത്യന്തം അസഹനീയമായി മാറി. പർവസ് പലപ്പോഴും പെട്ടെന്ന് നിലവിളിച്ച് കരയാൻ തുടങ്ങും. അവളുടെ കരച്ചിൽ മുഴുവൻ പ്രദേശത്തും മുഴങ്ങി കേൾക്കും. അങ്ങനെ ആ ഭീകരമായ ദിവസം വന്നെത്തി. അവൾക്ക് പെട്ടെന്ന് കറണ്ട് അടിച്ചതുപോലെ അനുഭവപ്പെട്ടു. അവളുടെ പല്ലുകൾ, നട്ടെല്ല്, കൈകൾ, കാലുകൾ ശരീരത്തിലൂടെ തുളച്ചു കയറുന്ന ഒരു വാള് പോലെ, അല്ലെങ്കിൽ വളച്ചൊടിച്ച ഒരു വില്ല് പോലെ അവളുടെ ശരീരത്തിന്റെ നിയന്ത്രണം വിട്ടു. ശരീരമാകെ വിറയ്ക്കാൻ തുടങ്ങി. ഈ ഭയാനകമായ കാഴ്ച അവളുടെ 2ാമത്തെ മകൾ കണ്ണു തുറന്നു നോക്കി നിന്നു. ഭയത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ആ കുഞ്ഞ് വിറച്ചു. ഉടനെ അവൾ പുറത്തേക്ക് ഓടി. അയൽക്കാരോട് സഹായം അഭ്യർത്ഥിച്ചു. പലരും ഓടി വന്നു. പർവസ് നിലത്ത് കിടന്ന് വികൃതമായി വളഞ്ഞ ശരീരത്തോടെ വിറങ്ങലിക്കുന്ന അവസ്ഥ കണ്ടപ്പോൾ എല്ലാവർക്കും ഭീതിയും ഞെട്ടലും ഉണ്ടായി. വാർത്ത കേട്ട് ഭർത്താവും എത്തി. ആ കാഴ്ച അവനെ ആകെ തകർത്തു. ആദ്യമായിട്ടാണ് അവൻ തകർന്നു പോകുന്നത് ആ നാട്ടുകാർ കാണുന്നത്. അവൻ അടുക്കളയിലേക്ക് ഓടിച്ചെന്നു. വെള്ളം കൊണ്ടുവന്നു.
അയൽവാസികൾ അവളുടെ വിറയൽ പിടിച്ചു നിർത്താൻ ശ്രമിച്ചു. പിന്നെ സമയം കളയാതെ അവർ അവളെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർമാർ ഒന്നിച്ചുകൂടി അവളുടെ നില വിലയിരുത്തി. പക്ഷെ പരിശോധനകൾക്കൊന്നും ഈ രോഗത്തിന്റെ കാരണം കണ്ടെത്താനായില്ല. അവളുടെ വേദനയും വിറയലുകളും മെഡിക്കൽ ലോകത്തിന് തന്നെ ഒരു ദുരൂഹതയായി മാറി. അവളുടെ ആരോഗ്യനില വേഗത്തിൽ മോശമായി. അവളെ ലൈഫ് സപ്പോർട്ടിൽ വെച്ചു. ഡോക്ടർമാർ എല്ലാ ചികിത്സയ്ക്കും ശ്രമിച്ചു, ഒന്നും ഫലിച്ചില്ല. ഫെബ്രുവരി മാസം 3-ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് വെറും 3 ദിവസം കഴിഞ്ഞ് പെർവേസ് മരണത്തിന് മുൻപിൽ കീഴടങ്ങി. അവളുടെ ജീവിതം ദാരുണമായി തന്നെ അവസാനിച്ചു. പെർവേസിന്റെ മരണം കുടുംബത്തെയും ബന്ധുക്കളെയും വേദനയിലും ദുരൂഹതയിലും ആഴ്ത്തി. പെട്ടെന്ന് എങ്ങനെയാണ് ഇങ്ങനെ സംഭവിച്ചത്? എല്ലാവരും ഇത് ഒരുപോലെ ചോദിച്ചു. ഈ സമയം ഭർത്താവ് പറഞ്ഞത് പെർവേസ് കടുത്ത തലവേദന അനുഭവിച്ചു വരികയായിരുന്നു. ഒരു ഡോക്ടർ നൽകിയ മരുന്നുകൾ അവൾ കഴിച്ചിരുന്നു. ഒരു പക്ഷേ അതേ മരുന്നുകളാണോ ഈ ദുരൂഹ ലക്ഷണങ്ങൾക്കും അവളുടെ മരണത്തിനും കാരണമായത്? ഇങ്ങനെ പോലും അയാൾ ചിന്തിച്ച് ഭയപ്പെട്ടു. പെർവേസിന്റെ മരണത്തിന് പിന്നിൽ സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? അവളുടെ ഈ ദുരൂഹമായ ലക്ഷണങ്ങൾ മരുന്നുകളുടെ പാർശ്വഫലമായിരുന്നോ, അല്ലെങ്കിൽ അതിലും ഭീകരമായ മറ്റെന്തെങ്കിലുമോ? അവളുടേത് ഒരു ക്രൂര കൊലപാതകമായിരിക്കും. പെർവേസ് മരിച്ച് 1.5 വർഷങ്ങൾക്ക് ശേഷം 1988 ജൂൺ മാസം 23 കാനഡയിലെ ഹാമിൽട്ടൺ നഗരത്തിലെ ശാന്തമായ ഒരു രാത്രി. അവിടെ രഞ്ജിത്ത് സിംഗ്, ഭാര്യ ലക്ഷ്വിന്ദർ കൗർ രണ്ടുപേരും സന്തോഷത്തോടു കൂടി ജീവിക്കുകയാണ്. അന്നത്തെ ദിവസം എല്ലാം സാധാരണമായിരുന്നു. ലക്ഷ്വിന്ദർ അകത്ത് പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. രഞ്ജിത്ത് സോഫയിലിരുന്ന് TV നോക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു ഭയങ്കര നിലവിളി ആ വീടിന്റെ നിശബ്ദതയെ തന്നെ തകർത്തു. ലക്ഷ്വിന്ദർ പേടിച്ച് വിറച്ചുകൊണ്ട് ലിവിംഗ് റൂമിലേക്ക് ഓടി. അവൾ അവിടെ കണ്ട കാഴ്ച അവളുടെ ശരീരം മുഴുവനും വിറപ്പിച്ചു. രഞ്ജിത്തിന്റെ ശരീരം വളരെ വികൃതമായി വളഞ്ഞിരുന്നു. മുഖത്ത് ഭയങ്കര വേദനയുടെ വികാരങ്ങൾ. കൈകാലുകൾ നിയന്ത്രണമില്ലാതെ ചലിച്ചു. അവൻ കാണാൻ കഴിയാത്ത ഏതോ ഒരു ശക്തിക്കെതിരെ പൊരുതുന്നത് പോലെ തോന്നി. അവന്റെ വേദനയിലും നിലവിളിയിലും മുഴുവൻ വീടും നടുങ്ങി വിറച്ചു. ലക്ഷ്വിന്ദർ ഭയത്തിൽ വിറച്ചു. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ അങ്ങനെ നിന്നുപോയി. ഇതെന്തിന്റെ ലക്ഷണമാണ്? ഭർത്താവിനെ ഉയർത്താൻ ശ്രമിച്ചെങ്കിലും രഞ്ജിത്തിന്റെ ഭാരം അവൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല. പാനിക്കിലായ അവൾ ഉടൻ തന്നെ എമർജൻസി നമ്പറിലേക്ക് വിളിച്ചു. ചില നിമിഷങ്ങൾക്കുള്ളിൽ ആംബുലൻസ് എത്തി. രഞ്ജിത്തിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർമാർ നിരവധി പരിശോധനകൾ നടത്തി. പക്ഷേ അയാളുടെ ശരീരത്തിൽ പുറത്തേക്ക് കാണാവുന്ന പരിക്കോ ഗുരുതരമായ രോഗലക്ഷണങ്ങളോ ഒന്നും കണ്ടെത്താനായില്ല. വ്യക്തമായ തെളിവുകൾ ഇല്ലാത്തതിനാൽ ഒരു പക്ഷേ ഹൃദയാഘാതമായിരിക്കാം എന്നും പറഞ്ഞു. എന്നാൽ അതിൽ പോലും ഉറപ്പില്ലായിരുന്നു. പക്ഷെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും രഞ്ജിത്ത് മരിച്ചിരുന്നു. ഈ വാർത്ത കേട്ടപ്പോൾ രഞ്ജിത്തിന്റെ കുടുംബം മാത്രമല്ല, അവന്റെ ബിസിനസ് പാർട്ട്ണറായ സുഖ്വിന്ദർ സിംഗ് പോലും നടുങ്ങിപ്പോയി. രഞ്ജിത്ത് അയാൾക്ക് ഒരു ബിസിനസ് പാർട്ട്ണർ മാത്രമല്ല, അടുത്ത സുഹൃത്തുമായിരുന്നു. അവന്റെ അപ്രതീക്ഷിതമായ മരണം ബിസിനസിന്റെ ഭാവിയെ അനിശ്ചിതത്വത്തിലേക്ക് നയിച്ചു. എന്നാൽ അതിലും ഭീകരമായ മരണത്തിന്റെ യഥാർത്ഥ കാരണം ഇന്നും ദുരൂഹതയിൽ മറഞ്ഞു കിടന്നിരുന്നു. രഞ്ജിത്തിന്റെ സംസ്കാരത്തിനു ശേഷം അവന്റെ കുടുംബം വളരെ വേദനയോടുകൂടി മുന്നോട്ടു പോയി. മന്ദഗതിയിലും വിഷമത്തിലും ജീവിതം ഒഴുകിക്കൊണ്ടിരുന്നു. രഞ്ജിത്തിന്റെ വിശ്വസ്തനായ ബിസിനസ് പങ്കാളി സുഖ്വിന്ദർ സിംഗ്, ഇയാൾ ആ ബിസിനസ് നോക്കുവാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തു. പക്ഷെ ഇതോടൊപ്പം അപ്രതീക്ഷിതമായ മറ്റൊരു സത്യം പുറത്തു വന്നു. രഞ്ജിത്തും സുഖ്വിന്ദറും ചേർന്ന് മുൻപ് തന്നെ ഒരു ജോയിന്റ് ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുത്തിരുന്നു. വില $2 ലക്ഷം. പോളിസിയിൽ അസാധാരണമായ ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു. ഇവരിൽ ഒരാൾ മരിച്ചാൽ മറ്റൊരാൾക്ക് മുഴുവൻ ഇൻഷുറൻസ് തുകയും ലഭിക്കണം. കാരണം അവർ കരുതിയത് ഈ അപകടമോ ദുരന്തമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ പോലും ബിസിനസ് സാമ്പത്തികമായി ബാധിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു ഇൻഷുറൻസ് എടുത്തത്. രഞ്ജിത്തിന്റെ അപ്രതീക്ഷിതമായ മരണത്തിന് ശേഷം ഈ $2 ലക്ഷം സുഖ്വിന്ദർ സിംഗിന് കിട്ടേണ്ടതായിരുന്നു. എന്നാൽ തുക ലഭിക്കുന്നതിന് മുൻപ് ഇൻഷുറൻസ് കമ്പനി പൂർണ്ണമായും ഒരു അന്വേഷണം നടത്തും. കാരണം മരണത്തിൽ
മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ, സ്വാഭാവിക മരണമാണോ, കൊലപാതകമാണോ, ഇതെല്ലാം ഉറപ്പാക്കേണ്ടതുണ്ട്. അതിനാൽ കമ്പനി ഒരു ക്ലെയിം ഇൻവെസ്റ്റിഗേറ്ററെ നിയമിച്ചു. അയാളുടെ ജോലി രഞ്ജിത്തിന്റെ മരണത്തെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും പരിശോധിച്ച് വിശദമായ റിപ്പോർട്ട് നൽകുക. റിപ്പോർട്ട് അംഗീകരിച്ചതിന് ശേഷം മാത്രമേ $2 ലക്ഷം സുഖ്വിന്ദർ സിംഗിന് ലഭിക്കുകയുള്ളൂ. എന്നാൽ ഇവിടെയാണ് ഈ കഥ ഭീകരമായ ഒരു വഴിത്തിരിവിലേക്ക് ഇറങ്ങി തിരിച്ചത്. ഈ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ ക്ലെയിം ഇൻവെസ്റ്റിഗേറ്ററുടെ പേര് ക്ലിഫ് ഏലിയറ്റ് എന്നാണ്. സുഖ്വിന്ദർ സിംഗിന്റെ ഹാമിൽട്ടൺ വീട്ടിലേക്ക് ഇദ്ദേഹം എത്തി. അവൻ പതിവ് പോലെ എല്ലാ ഇൻഷുറൻസ് ഡോക്യുമെന്റുകളും പരിശോധിച്ചു. എല്ലാം ശരിയായി തന്നെ തോന്നി. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, ഒപ്പുകളൊന്നും വിട്ടുപോയിട്ടുമില്ല, പിഴവുകളുമില്ല. ഒരു സാധാരണ കേസ് പോലെ. പക്ഷേ ഏലിയറ്റ് സുഖ്വിന്ദറിന്റെ ലിവിംഗ് റൂമിൽ ഇരിക്കുമ്പോൾ ഒരു അസാധാരണമായ കാര്യം അയാളുടെ കണ്ണിൽപ്പെട്ടു. അവിടെ മതിലിൽ മനോഹരമായി ഫ്രെയിം ചെയ്ത ഒരു ചിത്രം തൂങ്ങിക്കിടക്കുകയാണ്. ഗുരു നാനാക്കിന്റെ ചിത്രമായിരുന്നു ഇത്. ഇദ്ദേഹത്തെ ബാബ നാനക് എന്ന് വിളിക്കുന്നുണ്ട്. സാധാരണ സിഖ് വീടുകളിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണിത്. അദ്ദേഹത്തിന് ആദ്യം ആ ചിത്രം കണ്ടപ്പോൾ അതിൽ വലിയ പ്രത്യേകതകളൊന്നും തോന്നിയില്ല. പക്ഷേ ഏലിയറ്റിന് അതൊരു പരിചിതമായ ഓർമ്മയെ വീണ്ടും ഉണർത്തി. അയാളുടെ കണ്ണുകൾ പെട്ടെന്ന് വീണ്ടും ഒന്ന് തിരിഞ്ഞു നോക്കി. 1.5 വർഷം മുൻപ് കൈകാര്യം ചെയ്ത മറ്റൊരു കേസായിരുന്നു അദ്ദേഹത്തിന് ഓർമ്മ വന്നത്. ആ കേസാണ് ദുരൂഹമായ സാഹചര്യത്തിൽ മരിച്ച പർവസ് എന്ന സ്ത്രീയുടെ കേസ്. ഗുരു നാനാക്കിന്റെ ആ ചിത്രം, അതേ വലിപ്പം, അതേ ഫ്രെയിം, അതേ നിറം. പർവസിന്റെ വീട്ടിലുണ്ടായിരുന്ന ഗുരു നാനക്കിന്റെ അതേ ചിത്രം. എന്നാൽ അതിപ്പോൾ സുഖ്വിന്ദറിന്റെ വീട്ടിലാണ്. അയാളുടെ വീട്ടിലും അതേ രീതിയിൽ തൂങ്ങിക്കിടക്കുകയാണ്. ഇപ്പോൾ നിങ്ങളിൽ ചിലർക്കെങ്കിലും ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാകും, പർവസിന്റെ ഭർത്താവ് മറ്റാരുമല്ല, സുഖ്വിന്ദർ സിംഗ് ആയിരുന്നു. അതായത് ഭാര്യയുടെ ദുരൂഹമായ മരണശേഷം ഒരു വൻ ഇൻഷുറൻസ് തുക കൈപ്പറ്റിയ അതേ വ്യക്തി. ഞാനിത് പറയാൻ വിട്ടുപോയി. പർവസിന്റെ മരണശേഷം ഒരു വലിയ ഇൻഷുറൻസ് തുക, ഏകദേശം $1 ലക്ഷം ഇൻഷുറൻസ് തുക സുഖ്വിന്ദർ സിംഗിന് ലഭിച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും മറ്റൊരു മരണത്തിന്റെ മധ്യബിന്ദുവിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ക്ലിഫ് ഏലിയറ്റ് മൗനമായി ഒരല്പസമയം അങ്ങനെ ഇരുന്നു. അദ്ദേഹം എന്തൊക്കെയോ ചിന്തിക്കാൻ തുടങ്ങി. ഇതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചു. 2 മരണങ്ങൾ, 2 വൻ ഇൻഷുറൻസ് ക്ലെയിമുകൾ, ഒരൊറ്റ മനുഷ്യൻ സുഖ്വിന്ദർ സിംഗ്. ഇത് വെറും യാദൃശികമാണോ? താൻ ഇയാളെ സംശയിക്കണോ? അല്ലെങ്കിൽ ഇതിനിടയിൽ മറ്റാരെങ്കിലും ഉണ്ടോ? സത്യത്തിൽ ഇതൊരു കൊടും കൊലപാതകമാണോ? അല്ലെങ്കിൽ അതിലും ഭീകരമായ മറ്റെന്തെങ്കിലും സംഭവിക്കുകയാണോ? ഇങ്ങനെ ഏലിയറ്റ് ഓരോ കാര്യങ്ങളെ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. ഉടൻ തന്നെ ഹാമിൽട്ടൺ പോലീസിനെ ബന്ധപ്പെട്ടു. തന്റെ കണ്ടെത്തലുകളെല്ലാം അവരോട് പങ്കുവച്ചു. പോലീസിനോട് പറഞ്ഞത് 1.5 വർഷത്തിനുള്ളിൽ സുഖ്വിന്ദർ സിംഗിന് 2 വളരെ അടുപ്പമുള്ള വ്യക്തികളെ നഷ്ടപ്പെട്ടു. ഒന്നാമത്തേത് ഭാര്യ പർവസ്, രണ്ടാമത്തേത് ബിസിനസ് പങ്കാളി രഞ്ജിത്ത്. 2ഉം ദുരൂഹ സാഹചര്യങ്ങളിൽ. 2 പേരുടെ മരണത്തിന് ശേഷം സുഖ്വിന്ദറിന് ലക്ഷക്കണക്കിന് $, ഇൻഷുറൻസ് ലഭിച്ചു. ഇത് കേട്ടപ്പോൾ പോലീസ് തന്നെ ഞെട്ടിപ്പോയി. വളരെ അസാധാരണവും സംശയകരവുമായ സ്ഥിതിയാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഉടൻ തന്നെ അന്വേഷണം തുടങ്ങാൻ തീരുമാനിച്ചു. പക്ഷെ അവർ കണ്ടെത്തിയത് എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വെളിപ്പെടുത്തലായിരുന്നു. കാരണം പർവസിന്റെയും രഞ്ജിത്തിന്റെയും മരണങ്ങൾ മാത്രമല്ല, ഇതിനു പുറമെ മറ്റ് 3 ദുരൂഹ മരണങ്ങൾ ഈ കഥയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ വീഡിയോയിൽ കൂടുതൽ ആഴത്തിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ വീഡിയോസ് കാണുന്നവരിൽ 95% ആളുകളും സബ്സ്ക്രൈബ് ചെയ്തിട്ടേ ഇല്ല. ഈ തരത്തിലുള്ള ദുരൂഹമായ കഥകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനും ഓൺ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വലിയ ശക്തിയാണ്. ഹാമിൽട്ടൺ പോലീസ് ഈ ഒരു കേസ് കൂടുതൽ ആഴത്തിൽ അന്വേഷിക്കാൻ 2 ഡിറ്റക്ടീവ്സിനെ നിയമിച്ചു. അവർ മുഴുവൻ തെളിവുകളും പുതുതായി പരിശോധിച്ചു. അപ്പോൾ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് സുഖ്വിന്ദർ സിംഗ് ഇന്ത്യയിലേക്ക് പലതവണ പോയിട്ടുണ്ട്. കൂടാതെ ഓരോ യാത്രകളും ദുരൂഹ മരണത്തിന്റെ സമയത്തോട് ബന്ധപ്പെട്ടതുപോലെ തോന്നി. ഇത് വീണ്ടും സംശയം വളർത്തി. ഡിറ്റക്ടീവ്സ് ഉടൻ തന്നെ പഞ്ചാബ് പോലീസിനെ ബന്ധപ്പെട്ടു. ഇന്ത്യയിലേക്കും കാനഡയിലേക്കുമുള്ള സുഖ്വിന്ദറിന്റെ യാത്രകളെക്കുറിച്ച് വ്യക്തമായി വീണ്ടും അന്വേഷിക്കാൻ തുടങ്ങി. ഈ സമയം ഇന്ത്യൻ പോലീസിൽ നിന്നും ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമായിരുന്നു ലഭിച്ചത്. ഭാവ്യ പർവസിന്റെ മരണത്തിന് ശേഷം അടുത്ത 9 ആഴ്ചയ്ക്കുള്ളിൽ സുഖ്വിന്ദർ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു. ഇവൾ ജലന്ധറിന് സമീപമുള്ള പോസ്ക്രൈൻ എന്ന ഗ്രാമത്തിൽ നിന്ന പെൺകുട്ടിയാണ്. അവളെ വിവാഹം കഴിച്ചതിന് ശേഷം അവൻ കാനഡയിലേക്ക് തിരികെ പോയി എന്നും പറഞ്ഞു. പക്ഷേ യഥാർത്ഥത്തിൽ അവൻ കാനഡയിലേക്ക് പോയില്ല. പകരം ഖുഷീർ സമീന എന്ന മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും. സുഖ്വിന്ദറിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഒരു വിപുലമായ പണമായിരുന്നു. ഡൗറിയായിരുന്നു അവന്റെ ആവശ്യം.
അവൻ ഇന്ത്യയിൽ നിന്നും കാനഡയിലേക്ക് ഇങ്ങനെ ഇടയ്ക്കിടെ യാത്ര ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവൻ പരിചയപ്പെടുന്ന കുടുംബം അല്ലെങ്കിൽ സ്ത്രീകളോട് താൻ കാനഡയിൽ സെറ്റിലാണ്, ഒരുപാട് സമ്പത്തുള്ളവനാണ്, അവിടെ സമ്പന്നമായ ജീവിതം എന്നൊക്കെ പറഞ്ഞ് വ്യാജ വാഗ്ദാനങ്ങൾ നൽകി. വിവാഹം, വാഗ്ദാനം, പണം, ഇതൊക്കെയാണ് അവന്റെ കളി. പോലീസിന്റെ അന്വേഷണത്തിനിടെ ഇനിയും ഭീകരമായ ചില സത്യങ്ങൾ പുറത്തു വന്നു. സുഖ്വിന്ദറിന്റെ രണ്ടാം ഭാര്യ, അവൾ ഗർഭിണിയായി ഇരട്ട കുഞ്ഞുങ്ങളെ പ്രസവിച്ചു. പക്ഷേ ദുരന്തം എന്ന് പറയട്ടെ, കുഞ്ഞുങ്ങൾ വെറും 12 മാസത്തിനുള്ളിൽ മരണമടഞ്ഞു. കാരണം ആർക്കും കണ്ടെത്താനായില്ല. ഭാര്യ പറഞ്ഞത് കുഞ്ഞുങ്ങൾ അസാധാരണമായ ലക്ഷണങ്ങൾ പുറപ്പെടുവിച്ചു. പെട്ടെന്ന് അവസ്ഥ വഷളായി. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഈയൊരു ദുരന്തം പർവസിന്റെ മരണം പോലെ തന്നെ, രഞ്ജിത്തിന്റെ ദുരൂഹമായ മരണം പോലെ തന്നെ അതേ രീതിയിൽ സംഭവിച്ചു. എന്നാൽ അവിടെയുള്ളതും ഒരേയൊരു മനുഷ്യനാണ്, സുഖ്വിന്ദർ സിംഗ്. അടുത്ത ചോദ്യം ഇവിടെ വരുന്നത്, ഈ കുഞ്ഞുങ്ങളുടെ മരണം വെറും യാദൃശികമാണോ, അല്ലെങ്കിൽ സുഖ്വിന്ദറിന്റെ ഡെത്ത് പാറ്റേണിന്റെ അടുത്ത ഇരകളാണോ ഇവർ? അന്വേഷകർക്ക് സത്യം കണ്ടെത്താനുള്ള ആകാംക്ഷ കൂടി വന്നു. അന്വേഷണം വീണ്ടും ശക്തിപ്പെടുത്തി, കൂടുതൽ ആഴത്തിൽ അന്വേഷിക്കാൻ തുടങ്ങി. വീണ്ടും വീണ്ടും ഇരുണ്ട രഹസ്യങ്ങൾ പുറത്തു വന്നു തുടങ്ങി. സുഖ്വിന്ദറിന്റെ മൂന്നാം ഭാര്യ ഖുഷീർ സിംഗ്, അവർ മരിച്ചതും സംശയകരമായ ഒരു സാഹചര്യത്തിലാണ്. ഇതിനെക്കുറിച്ച് അയൽവാസികൾ പറഞ്ഞത്, മരണത്തിന് മുൻപ് അവളുടെ ശരീരത്തിൽ വിചിത്രമായ ചില ചലനങ്ങളും അസാധാരണ പ്രതികരണങ്ങളും കണ്ടിരുന്നു. പക്ഷേ അവളുടെ കുടുംബം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ സമ്മതിച്ചില്ല. ആചാരങ്ങളുടെ കാരണം കാണിച്ച് നേരിട്ട് സംസ്കാര ചടങ്ങുകൾ നടത്തി. ഖുഷീർ സിംഗ് നല്ല ആരോഗ്യത്തോടു കൂടി ജീവിച്ചിരുന്ന ഒരു സ്ത്രീയാണ്. മുൻപ് അവൾക്ക് അങ്ങനെ യാതൊരു രോഗവും ഇല്ലായിരുന്നു. പക്ഷെ അവളും പെട്ടെന്ന് ദുരൂഹമായ രീതിയിൽ മരിച്ചു. വെറും 17 മാസത്തിനുള്ളിൽ 5 മരണങ്ങൾ. പർവസ്, രഞ്ജിത്ത്, ഇരട്ട കുഞ്ഞുങ്ങൾ, ഖുഷീർ, എല്ലാം സുഖ്വിന്ദറിനെ ചുറ്റിപ്പറ്റി സംഭവിച്ചതാണ്. ഈയൊരു കേസ് വീണ്ടും മുന്നോട്ട് തന്നെ പോയി. ഇരട്ട കുഞ്ഞുങ്ങളുടെ ശവകുടീരങ്ങൾ തുറന്നു. അവരുടെ അവശിഷ്ടങ്ങൾ ടൊറന്റോ ഫോറൻസിക് സയൻസ് സെന്ററിലേക്ക് അയച്ചു. അതേസമയം പർവസിന്റെയും രഞ്ജിത്തിന്റെയും ഫോറൻസിക് റിപ്പോർട്ടുകൾ വീണ്ടും പരിശോധിച്ചു. അതിലവർ കണ്ടെത്തിയ കാര്യങ്ങൾ അവരെ വീണ്ടും ഞെട്ടിപ്പിച്ചു. എല്ലാ ഇരകളിലും ഒരേ വിഷം തന്നെയാണ് കണ്ടെത്തിയത്. അതൊരു പ്രത്യേക മരത്തിന്റെ വിത്തിൽ നിന്നും എടുത്ത മാരക മിശ്രിതമാണ്. സുഖ്വിന്ദർ ആ വിത്തുകൾ ഗുളിക രൂപത്തിലേക്കാക്കി. ഇത് ആരോഗ്യ സഹായി എന്നും ശക്തിവർദ്ധക മരുന്ന് എന്നൊക്കെ പറഞ്ഞ് വഞ്ചിച്ചു കൊടുത്തു. ബിസിനസ് പങ്കാളിയായ രഞ്ജിത്തിന് ദേഹബലക്കുറവ് മാറാനുള്ള മരുന്നാണെന്നും പറഞ്ഞു കൊടുത്തു. ഭാര്യയായ പർവസിന് അസുഖം മാറാനുള്ള ഗുളികയാണെന്നും പറഞ്ഞു കൊടുത്തു. ഇരുവരും അതേ മാരക വിഷത്തിന്റെ ഇരകളായി മാറി. എന്നാൽ ഇതോടുകൂടി അവസാനിച്ചില്ല. അന്വേഷകർ കണ്ടെത്തിയത് സുഖ്വിന്ദർ തൻ്റെ രണ്ടാം ഭാര്യയെ നിർബന്ധിപ്പിച്ച് തൻ്റെ ഇരട്ട കുഞ്ഞുങ്ങൾക്ക് ഗുളിക കൊടുത്തു. ഇത് കുഞ്ഞുങ്ങളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുമെന്നൊക്കെയാണ് അദ്ദേഹം ഭാര്യയോട് പറഞ്ഞത്. അവളും അത് വിശ്വസിച്ചു. ഫലമായി 12 മാസത്തിനുള്ളിൽ തന്നെ ആ കുഞ്ഞുങ്ങൾ മരിച്ചു. ഇതിൽ 3 കൊലപാതകങ്ങൾ ഇന്ത്യയിലായിരുന്നു സംഭവിച്ചത്. എന്നാൽ ഇന്ത്യയിൽ FIR പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല, വിചാരണ പോലും നടന്നില്ല. അതുകൊണ്ട് എത്ര തെളിവുകൾ ഉണ്ടായിരുന്നാലും നീതിയിലേക്കുള്ള വഴി അങ്ങനെ അടഞ്ഞുപോയി. ഇവിടെ 5 ദുരൂഹ മരണങ്ങളാണ് സംഭവിച്ചത്. വിഷമുണ്ട്, തെളിവുകളുണ്ട്, പക്ഷെ കേസില്ല. ഇത്രയൊക്കെ ഉണ്ടായിട്ടും സുഖ്വിന്ദർ സിംഗിന് നിയമത്തിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ എങ്ങനെയാണ് സാധിച്ചത്? അതുപോലെ തന്നെയാണ് കാനഡയിലും. പർവസിന്റെയും രഞ്ജിത്തിന്റെയും മരണത്തിൽ ഫോറൻസിക് തെളിവുകൾ വ്യക്തമായി ഉണ്ടായിരുന്നിട്ടും നിയമ നടപടികളൊന്നും ഉണ്ടായില്ല. സുഖ്വിന്ദറിന്റെ വിഷം, കൊലപാതകങ്ങൾ എല്ലാം തെളിഞ്ഞിട്ടും അവൻ വർഷങ്ങളോളം നിയമത്തിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ട് നടന്നു. പക്ഷെ ഒടുവിൽ 1997 അവന്റെ വർക്ക്ഷോപ്പിൽ നിന്നും അവനെ അറസ്റ്റ് ചെയ്തു. ശക്തമായ ചോദ്യം ചെയ്യലിൽ അവൻ ചെയ്ത കുറ്റങ്ങളെല്ലാം സമ്മതിച്ചു. ദീർഘമായ വിചാരണയ്ക്ക് ശേഷം 2001 ഓഗസ്റ്റ് മാസം 1 സുഖ്വിന്ദർ സിംഗിന് ജീവപര്യന്തം തടവ് വിധിച്ചു. അതായത് 25 വർഷമെങ്കിലും കുറഞ്ഞത് ശിക്ഷ അനുഭവിക്കണം. അവന്റെ ജയിലിലെ ജീവിതം അവൻ മറ്റുള്ളവർക്ക് നൽകിയ ദുരിതത്തിന്റെയും വേദനയുടെയും ഫലമായി മാറി. 2013 നവംബർ മാസം 16 അവൻ ആശുപത്രിയിൽ വെച്ച് മരിച്ചു. ചില റിപ്പോർട്ടുകൾ പറയുന്നത് ക്യാൻസർ വന്ന് മരിച്ചുവെന്ന്, മറ്റു ചില റിപ്പോർട്ടുകളിൽ പെട്ടെന്നുണ്ടായ അസുഖമെന്നും പറയുന്നു. കാരണം എന്തായാലും അവന്റെ ജീവിതം ക്രൂരതയുടെയും ഇരുട്ടിന്റെയും നടുവിൽ അവസാനിച്ചു. ഈ കേസ് ഇന്ത്യയിലും കാനഡയിലും വിപുലമായ ഒരു മീഡിയ ശ്രദ്ധ തന്നെ നേടി. അന്വേഷണ റിപ്പോർട്ടുകൾ, ഫോറൻസിക് കണ്ടെത്തലുകൾ, കോടതിയിലെ നാടകീയ രംഗങ്ങൾ എല്ലാം വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 2003 ഈ ഒരു കേസിനെ ആസ്പദമാക്കി ബെസ്റ്റ് സെല്ലർ പുസ്തകം ഒന്ന് പുറത്തിറങ്ങി. അതിന് പല അവാർഡുകളും ലഭിച്ചു. അതിനുശേഷം ഒരു സിനിമയും പല അഡാപ്റ്റേഷനുകളും വന്നു. ഇത് കാലഘട്ടത്തിലെ ഏറ്റവും ദുർനാമമുള്ള ക്രൈം സ്റ്റോറിയായി മാറി. കൺഫഷൻ ചെയ്തപ്പോൾ സുഖ്വിന്ദർ സമ്മതിച്ചത് അവന്റെ എല്ലാ കൊലപാതകങ്ങളും പണത്തിന് വേണ്ടി മാത്രമായിരുന്നു.
ലൈഫ് ഇൻഷുറൻസ് ക്ലെയിമുകൾ വഴിയാണ് $1,00,000, $2,00,000 ഇവയെല്ലാം വാങ്ങിയതെന്ന് അവൻ പറഞ്ഞു. ഏറ്റവും ഞെട്ടിപ്പിച്ചത് ആ ഇരട്ട കുഞ്ഞുങ്ങളുടെ മരണത്തെക്കുറിച്ച് അവൻ പറഞ്ഞ വാക്കുകളായിരുന്നു. കുഞ്ഞുങ്ങളെ വളർത്തുന്നത് എൻ്റെ പണത്തിൻ്റെ ലക്ഷ്യങ്ങളെ തടസ്സപ്പെടുത്തും, അതുകൊണ്ട് അവർ വേണ്ട, അവരെ കൊന്നുകളഞ്ഞു എന്നാണ്. എത്ര നിസ്സാരമായാണ് പറഞ്ഞത് അല്ലേ? സത്യത്തിൽ മനുഷ്യ ജീവിതത്തെ പൂർണ്ണമായും അവഗണിച്ച, പണത്തെ മാത്രം ആരാധിച്ച ഒരു കൊലയാളിയാണ് സുഖ്വിന്ദർ സിംഗ്. പക്ഷെ ഒടുവിൽ അവൻ്റെ ജീവിതം അതേ ഇരുട്ടിൽ തന്നെ അവസാനിക്കുകയും ചെയ്തു. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റിൽ പറയുക. ഇതുപോലുള്ള വീഡിയോസ് കാണാനും കേൾക്കാനും താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ വിക്കിവോക്സ് മലയാളം എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.